എൻ്റെ 1,00,000 രൂപ മോഷ്ടിച്ചു കൊണ്ടുപോയി. അത് ചോദിക്കാൻ വന്ന എന്നെ തല്ലാൻ നീ കയ്യോങ്ങി അല്ലേ? ഇനി മേലാൽ നീ എൻ്റെ വീട്ടിലേക്ക് വന്നു പോരുത്. നീ എൻ്റെ മരുമകളാന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടായിട്ട് വയ്യ. ഛേ, എന്തൊരു ജന്മ ഇത്. ഇനി മേലാൽ നീ ചന്ദ്രോദയത്തിൻ്റെ പടി കയറി പോരുത്. ഇങ്ങനെ ഒരു മരുമകൾ എൻ്റെ വീട്ടിലില്ല. ഞാനത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി നിനക്ക് ചന്ദ്രോദയത്തിൽ യാതൊരുവിധ സ്ഥാനവും ഇല്ല രേവതി. ഇനി നീ അങ്ങോട്ട് കടക്കാനേ പാടില്ല. നീ ഇനി എന്ന് ഇവിടെ തന്നെ നാണം കെട്ട് ജീവിച്ചാൽ മതി. കൂട്ടുകാരെ, ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥയാണ്. എല്ലാവർക്കും അറിയാം ശരത്തിൻ്റെ വീഡിയോ ആൻ്റണി വൈറലാക്കിയിട്ടുണ്ടെന്ന്. പക്ഷെ ശരത്തൊന്നും അറിഞ്ഞിട്ടില്ല. രേവതിയുടെ കുടുംബം ഒന്നും അത് അറിഞ്ഞിട്ടില്ല. ഈ വീഡിയോ കാണുന്ന ശ്രുതി കാരണം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ഈ വീഡിയോ കാണുന്ന ശ്രുതി ഈ വീഡിയോ നേരെ ശ്രുതിക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ശ്രുതി അപ്പം അത് കാണുമ്പോൾ പറയും, ഈ സച്ചി എന്നെ എന്നും അച്ഛൻ്റെ പൈസ എടുത്തു കൊണ്ടുപോകാനെന്ന് പറഞ്ഞിട്ട് എന്നെ കുത്താറുണ്ട്. എന്നും കുത്തിപ്പറയല അവന് പണി. അവൻ്റെ അളിയൻ ഇത് ചെയ്തേക്കണത് 4 ആൾ കാണണം. ശ്രുതി, ഈ വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയതിന് ഞാൻ ഇത് വെച്ചിട്ടൊരു കളി കളിക്കും. ഇത് നമുക്ക് അമ്മയെ കാണിക്കണം എന്ന് പറയുമ്പോൾ ശ്രുതി പറയണം, അയ്യോ വേണ്ട, പാവം, ഇതറിഞ്ഞ അമ്മ രേവതിയെ വീട്ടിൽ നിന്ന് പുറത്താക്കും, വേണ്ട ശ്രുതി എന്നൊക്കെ പറയാണ്. ശ്രുതി, നിൻ്റെ മനസ്സ് നല്ലതായതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നണത്. നമ്മളതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഈ വീഡിയോ അമ്മയെ കാണിച്ചിരിക്കണം. ഇതിപ്പോൾ നമ്മൾ കണ്ടിട്ട് അമ്മയെ കാണിക്കാതിരുന്ന വേറെ ആരെങ്കിലും ഇത് കാണിച്ച പ്രശ്നവും. 1 മില്യൺ വ്യൂസിൻ്റെ അടുത്ത് വരെ എത്തിയിട്ട് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുക വീഡിയോ. എന്തായാലും അമ്മ അതിനെപ്പറ്റി അറിയാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നമുക്ക് ആരെങ്കിലും അറിയണേക്കാട്ടിലും മുന്നേ നമുക്ക് തന്നെ അമ്മയോട് പറയണം, ഈ വീഡിയോ വെച്ചിട്ട് ഞാൻ ഇനിയൊരു കളി കളിക്കും, ശരിയാക്കി കൊടുക്കാൻ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയോട് പറയണം. ഇത് തന്നെയാണ് ശ്രുതി ആഗ്രഹിച്ചിരുന്നത്. ശ്രുതി അത് കേൾക്കുമ്പോൾ ചിരിക്കുകയാണ് ഉള്ളിലേട്ടോ. അത് കഴിഞ്ഞ് ശ്രുതിയോട് പറയാം, ശ്രുതി നീ ഒരു കാര്യം ചെയ്യേ, അമ്മ ബാമാൻ്റെ വീട്ടിലുണ്ടാവും, നീ ഈ വീഡിയോ കൊണ്ടുപോയി അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുക. അയ്യോ അത് വേണോ? ഞാൻ പോണോ ശ്രുതി? നീ തന്നെ പോകണം. എനിക്കിവിടെ നിന്ന് തിരിയാൻ നേരമില്ലാത്തതുകൊണ്ടല്ലേ. നീ തന്നെ പോയിട്ട് ഈ വീഡിയോ ബാമാൻ്റെ വീട്ടിൽ പോയി അമ്മയ്ക്ക് കാണിച്ചു കൊടുക്ക്. ബാക്കി എന്ത് വേണമെന്ന് അമ്മ നോക്കിക്കോളും. ഇന്ന് എന്തായാലും സച്ചിയുടെ രേവതിയുടെ കാര്യത്തിലൊരു തീരുമാനമാവും. ഇങ്ങനെയൊക്കെ പറയണം ശ്രുതി. അപ്പോൾ ശ്രുതി ഇച്ഛിച്ചതും അത് തന്നെയാണ്. അപ്പോൾ ശ്രുതിക്ക് ഇങ്ങനെ സന്തോഷമാവാണ്. ശരി, ഞാൻ പോവാന്ന് പറയാണ്. അങ്ങനെ ശ്രുതി എവിടേക്ക് പോവാണ്? ബാമാൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് ചന്ദ്രയും ബാമയും കൂടി ബാമയുടെ വീട്ടിലിരിക്കുകയാണ്. ചന്ദ്ര ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ബാമ പറയണ്ട, ഒരു കുട്ടി പോലും വന്നില്ലല്ലോ ചന്ദ്രേ, എനിക്ക് തോന്നുന്നത് ഇനി നീ ഇറങ്ങിയിട്ട് കുട്ടികളെ പിടിക്കേണ്ടി വരുന്ന തോന്നണ പറയുമ്പോൾ ചന്ദ്ര പറയണത് എന്തൊരു മോശ ബാമേ, കുട്ടികളോട് ഡാൻസിന് ചേരാൻ ഇറങ്ങി നടന്ന് പറയച്ചത് നാണക്കേടല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, നീ എനിക്ക് വേണ്ടി കുട്ടികളെ പിടിച്ചതാ അങ്ങനെ പറയാണ്. ഞാൻ ഇറങ്ങിയിട്ട് നിനക്ക് കുട്ടികളെ പിടിച്ചു തരാനോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആൻറ്റി വിളിക്കുകയാണ്. അപ്പോൾ ആരാ അത് ചോദിക്കുമ്പോൾ ആൻറ്റി ഞാനാ പറഞ്ഞിട്ട് ശ്രുതി കയറി വരാം. എന്താ ശ്രുതി, നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേക്കണേ? നിനക്ക് ഇവിടെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും നിനക്ക് വല്ല മേക്കപ്പിനും ഇടാൻ വേണ്ടി വിളിച്ചതാണോ? അല്ല ആൻറ്റി, അതൊന്നല്ല. പിന്നെ എന്താ ശ്രുതി? അത് പിന്നെ ആൻറ്റി ഞാൻ എങ്ങനെ പറയുക? എന്താ ശ്രുതി, കാര്യം പറ. ശ്രുതിയുടെ ഷോപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ തമ്മിൽ വഴക്കൂടി? അതൊന്നുമല്ല ആൻറ്റി. പിന്നെ എന്താ, നീ കാര്യം പറ. അത് പിന്നെ ഞാൻ എങ്ങനെ ആൻറ്റിയോട് പറയാം? എൻ്റെ ശ്രുതി, നീ എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. എനിക്ക് ഇപ്പം തന്നെ നെഞ്ചൊക്കെ വേദനിച്ചിട്ട് വയ്യ. എനിക്ക് ആകെ ടെൻഷനായിട്ട് പാടില്ല. നീ കാര്യം പറ. അത് പിന്നെ ഞാൻ പറയാനുള്ളതല്ല ആൻറ്റി, ഞാനൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിലത്തെ ഫോണിലത്തെ വീഡിയോ ചന്ദ്രമതിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ആൻറ്റി ഇതിവിടെ ഇരുന്ന് മുഴുവൻ എന്ന് പറയണം. അങ്ങനെ ചന്ദ്രമതി ആ വീഡിയോ കാണാൻ വേണ്ടി അവിടെ ഇരിക്കുമ്പോൾ ബാമയും കൂടി എഴുന്നേറ്റ് ചന്ദ്രയുടെ കൂടെ പോയി നിൽക്കുകയാണ്. അപ്പം നോക്കുമ്പോൾ CCTV ഷൂട്ടേജിൽ ചന്ദ്രനെ കാണുമ്പോൾ ബാമ പറയണേ, ചന്ദ്ര നീ അഭിനയിക്കാനും പോയോ? നിന്നെയാണല്ലോ ഇതിൽ കാണുന്നത്. അപ്പം ചന്ദ്ര പറയണേ, ഞാനോ? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ അത് നോക്കുമ്പോൾ ഇത് എൻ്റെ കയ്യിൽ നിന്ന് ബാഗ് തട്ടിപ്പറിക്കണതല്ലേ ചോദിക്കുകയാണ് ചന്ദ്ര. അപ്പോൾ ബാമ പറയാണ്, അതെ അത് തന്നെയാണിത്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ദിവസം മുമ്പേ 1,00,000 രൂപ അടിച്ചു മാറ്റിയിട്ടുള്ള വീഡിയോ ആണല്ലേ ഇത്. ശ്രുതി നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയത് ചോദിക്കണം. അപ്പോൾ ശ്രുതി പറയാണ്, അതിപ്പോൾ എനിക്ക് കിട്ടിയതെന്നല്ല, ഇതും ഫുള്ള് വൈറൽ ആൻറ്റി, ഇതിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ എന്ന് പറയണം. അപ്പോൾ ചന്ദ്രമതി പറയണം, അത് എടുത്തോരെങ്ങാനും എൻ്റെ കയ്യിൽ കിട്ടിയ ഞാൻ അടിച്ച് പൊട്ടിച്ചേനെ എന്നൊക്കെ പറയണം. ആൻറ്റി അത് മുഴുവൻ വീഡിയോ എന്ന് പറയണം ശ്രുതി. അങ്ങനെ ചന്ദ്രമതി ആ വീഡിയോ മുഴുവൻ കാണുമ്പോൾ എന്താ തട്ടിക്കൊണ്ടുപോയി ആ ബാഗ് തട്ടിയെടുത്ത് ഇപ്പുറത്ത് പോയിട്ട് ഹെൽമെറ്റ് മാറ്റി നോക്കുമ്പോൾ അത് രേവതിയുടെ അനിയൻ ശരത്താണ്. അപ്പോൾ ചന്ദ്ര പറയണേ, ഇത് രേവതിയുടെ അനിയനല്ലേ? അപ്പോൾ മാമിയും പറയാണ്, അതെ ഇത് രേവതിയുടെ അനിയൻ ശരത്താണല്ലോ. ഇവനാണോ നിൻ്റെ പൈസ മോഷ്ടിച്ചത് ചന്ദ്രേ? എന്തായാലും ഭയങ്കര കഷ്ടമായിപ്പോയി. അവൻ്റെ ചേച്ചി നിൻ്റെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ട് അവൻ ഈ ചതി ചെയ്തല്ലോ നിന്നോട് എന്ന് പറയണം. അപ്പോൾ ചന്ദ്രമതി പറയണം, ഓഹോ അപ്പോൾ ഇവനാണ് എൻ്റെ 1,00,000 രൂപ കൊണ്ടുപോയത്. പാരമ്പര്യമായിട്ട് മോഷണവാസനയുള്ള കുടുംബമാണ്. സച്ചിയുടെ ബൈക്ക് മോഷ്ടിക്കാൻ നോക്കിയതല്ലേ.
അപ്പോൾ ഇവൻ അത് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇതാ പൂക്കാരി അറിഞ്ഞിട്ടുള്ള നാടകമാണോണാവോ. അപ്പോൾ ചന്ദ്ര പറയേ രേവതി ഇതറിയാൻ വഴിയില്ല. നീ പറയുന്നതല്ലേ, എനിക്ക് തോന്നുന്നു ഇത് പൂക്കാരിയും കൂടി ഒത്തിട്ടുള്ള നാടകമാണെന്ന്. ഇത് എല്ലാവരും കൂടി വീട്ടിലത്തെ എല്ലാവരും കൂടി ഒത്തിട്ടാവും ഈ നാടകം കളിച്ചിട്ടുണ്ടാവുകയെന്ന് എനിക്ക് തോന്നണമെന്ന് പറയാണ് ചന്ദ്ര. എന്നിട്ട് ചന്ദ്ര പറയണം ഇതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം, ഞാൻ അവളുടെ വീട്ടിലേക്കൊന്ന് ചെല്ലട്ടെ. അപ്പോൾ ശ്രുതി ചോദിക്കുക എവിടേക്കാ ആൻറ്റി? എവിടേക്കാണോ? ഞാൻ രേവതിയുടെ വീട്ടിൽ പോകാൻ നിൽക്കാം. വേണോ ആൻറ്റി? അത് വേണോ? നമ്മുടെ വീട്ടിലേക്ക് അവനെ വിളിച്ചിട്ട് അതൊന്നും പറ്റില്ല, നീ വാ ശ്രുതി വാ നമുക്ക് പോവാന്ന് പറയണം. അങ്ങനെ ശ്രുതിനെയും വിളിച്ചിട്ട് ചന്ദ്ര ഇറങ്ങാണ്. അപ്പോൾ ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ സന്തോഷം ആറാടിയിട്ട് വയ്യ, കാരണം ശ്രുതി ആഗ്രഹിച്ച കാര്യങ്ങളാണ് നടക്കാൻ പോണത്. അങ്ങനെ ശ്രുതിയും ചന്ദ്രയും കൂടിയിട്ട് രേവതിയുടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഈ സമയത്ത് ശരത്തിൻ്റെ അടുത്ത് സിമ്മ് മേടിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു രേവതി. ശരത്ത് സിമ്മ് മേടിച്ചിട്ട് വരികയാണ്. അപ്പോൾ ആൻ്റണിയുടെ ഗുണ്ടകളും കൂടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അവർ ശരത്ത് ഈ വഴി കൂടെ വരുന്നുണ്ട്, അവനെ തടയണം പറഞ്ഞിട്ട് അവർ ശരത്തിനെ കാണാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ഈ സമയത്ത് ശരത്ത് അതേ വണ്ടി കൊണ്ട് വരുമ്പോൾ ശരത്തിൻ്റെ വണ്ടി തടയാണ് ആൻ്റണി. നിനക്ക് എന്താ വേണ്ടത്? ഞാൻ പോട്ടെ, നീ എന്തിനാ എന്നെ തടഞ്ഞു വെക്കണം? നീ അങ്ങനെ ദേഷ്യപ്പെട്ട് പോയാലോ? പിന്നല്ലാതെ എനിക്ക് നിന്നോട് യാതൊരുവിധ കമ്പനിയില്ല. നീ എൻ്റെ ചേച്ചീനെ അടിച്ചോനല്ലേ, എൻ്റെ ജീവനെ തുല്യ സ്നേഹിക്കണ എൻ്റെ ചേച്ചീനല്ലേ നീ തല്ലിയത്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എന്ന്, വേറെ എന്തും ഞാൻ സഹിക്കാം, പക്ഷെ എൻ്റെ ചേച്ചിയുടെ മേത്ത് കൈവച്ച നിന്നോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അത് ശരി, ഇപ്പം നീ ആൻ്റണിയേട്ടൻ പറഞ്ഞിട്ട് എൻ്റെ പുറകെ നടന്നത്, നിനക്കിപ്പം ഞാൻ ആൻ്റണി ആയല്ലേ? ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, നീ ചെല്ല്, നീ ഫേമസ് ആവാൻ പോവല്ലേ. ഫേമസ് ആവാനോ? ഞാനോ? നീ എന്താ ഉദ്ദേശിക്കണമെന്നോ നിനക്ക് ഞാൻ കാണിച്ചു തരാം ശരത്തെ. നീ ഒരു മിനിറ്റ് നിൽക്കുക, എനിക്ക് നിൽക്കാനൊന്നും നേരില്ല, ഞാൻ വീട്ടിൽ പോവാം, നിൽക്കുക ശരത്തെ, ഇത് കണ്ടിട്ട് പോ. അത് പറഞ്ഞിട്ട് ആൻ്റണിയുടെ ഫോണിലെ വീഡിയോ എടുത്തിട്ട് ശരത്തിന് കാണിച്ചു കൊടുക്കണം. ശരത്ത് ആ വീഡിയോ വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് കാണുന്നത്. അത് കണ്ടോടുകൂടി ശരത്താകെ തളർന്നു പോയി. എന്നിട്ട് ശരത്ത് ആൻ്റണിയോട് ചോദിക്കും, ആൻ്റണി നീ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടല്ലേ, എന്നെ ചതിക്കാൻ വേണ്ടിയിട്ട് നീ ഇതിട്ടല്ലേ, നീ എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടല്ലേ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലിട്ട്? അപ്പോൾ ആൻ്റണി പറയും, ശരത്തെ ഞാനല്ല ഇതിട്ടേക്കണത്, നിൻ്റെ ഏട്ടൻ സച്ചിയേട്ടനാണ് ഇട്ടേക്കണത്. ഇല്ല, ഞാൻ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല, സച്ചിയേട്ടൻ ഒരിക്കലും ഇത് ചെയ്യില്ല എന്ന് എനിക്കറിയാം, സച്ചിയേട്ടൻ അതിന് കഴിയില്ല, സച്ചിയേട്ടൻ എന്നെ ഒരിക്കലും ചതിക്കില്ല. അത് നിൻ്റെ വിശ്വാസമല്ലേ, നീ നോക്ക്, സച്ചിയേട്ടനാണ് അത് ഇട്ടേക്കണത്. സച്ചിയേട്ടനാണ് അത് ഇട്ടിട്ടുണ്ടെങ്കിൽ സച്ചിയേട്ടൻ്റെ ഫോൺ കാണാതെയായിട്ട് ഇന്നലെ കാണാതെ ഇതാണ്, അതൊക്കെ അവൻ്റെ അഭിനയമാണ് ശരത്തെ. ആ ഫോണിൽ നിന്ന് അവനത് ഇട്ടിട്ട് അത് നിങ്ങൾ മനഃപൂർവ്വം നിങ്ങളുടെ മുമ്പിൽ നല്ല കുട്ടിയാവാൻ വേണ്ടിയിട്ടാണ് ഇത് ഫോൺ കാണില്ല എന്ന് പറഞ്ഞത്. ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സച്ചിയേട്ടൻ്റെ കയ്യിൽ എത്രയോ കാലമായിട്ട് ഈ വീഡിയോ ഉള്ള സച്ചിയേട്ടൻ എന്നോ ഇടായിരുന്നു. ഈ വീഡിയോയുടെ കാര്യം സച്ചിയേട്ടൻ രേവതി ചേച്ചിയോട് പോലും പറഞ്ഞിട്ടില്ല. നീ എന്ത് തന്നെ പറഞ്ഞാലും സച്ചിയേട്ടനെ ഞാൻ അവിശ്വസിക്കില്ല, സച്ചിയേട്ടൻ ഇത് ചെയ്യില്ല, സച്ചിയേട്ടൻ എന്നെ ചതിക്കില്ല, 100% ഉറപ്പാണ്. പിന്നെ ഇത് കാണിച്ചിട്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാന്നൊന്നും നീ വിചാരിക്കണ്ട, അങ്ങനെ ഒരുവിധ പരിപാടി നടക്കില്ല, നീയുമായിട്ട് യാതൊരുവിധ കമ്പനി എനിക്കില്ല എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ എൻ്റെ തീരുമാനം എന്ന് പറയണം. അപ്പോൾ ആൻ്റണി പറയും, ശരിടാ അവനെ വിട്, അവൻ പൊക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ ശരത്തിനെ അവരവിടുന്ന് കടത്തി വിടുകയാണ്. അവിടുന്ന് കുറച്ച് ദൂരം കൂടി പോരുമ്പോൾ ശരത്ത് വണ്ടി നിർത്തിയിട്ട് കരയാണ്, ദൈവമേ വീഡിയോ ലീക്കായല്ലോ, ഇതിനിപ്പോൾ എല്ലാവരും കാണുമല്ലോ, ഞാൻ പഠിച്ചിട്ട് എൻ്റെ ഭാവി ഉണ്ടാക്കിയിട്ട് ഇനി എൻ്റെ ഭാവി മുഴുവൻ പോവുമല്ലോ, എന്നെ പോലീസ് പിടിക്കുമല്ലോ, ഇതിപ്പോൾ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടാവുമോ, വീട്ടിൽ അറിഞ്ഞാൽ എന്താവും, ഞാൻ എങ്ങനെ വീട്ടിൽ നിൽക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് വളരെയധികം വിഷമിച്ചിട്ട് കരയാണ് ശരത്ത് വണ്ടി ഒരു ഭാഗത്ത് നിർത്തിയിട്ട്. എന്നിട്ട് അവൻ അങ്ങനെ വീട്ടിൽ പോവാണ്. ഈ സമയത്ത് രേവതിയുടെ വീട്ടിൽ രേവതി വന്നിട്ടുണ്ട്. രേവതിയും ദേവും അമ്മയൊക്കെ കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, നല്ല ഫോണാണ് ചേച്ചി. പറയുമ്പോൾ ആണോടി നല്ല ഫോണാണോ ചോദിക്കുമ്പോൾ അതേ നല്ല ഫോണാണെന്ന് പറയാണ്. അപ്പോൾ സച്ചിക്ക് മേടിച്ചേക്കണ പുതിയ ഫോൺ കാണിച്ചു കൊടുക്കുകയാണ് രേവതി. രേവതി പറയേണ്ടത്, ഞാൻ സച്ചേട്ടന് പുതിയത് മേടിച്ചതാ, സച്ചേട്ടൻ വരുമ്പോൾ സച്ചേട്ടന് ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ എൻ്റെ തീരുമാനം. പാവം സച്ചേട്ടൻ്റെ ഫോൺ പോയിട്ട് ഭയങ്കര വിഷമത്തിലാണെന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഈ സമയത്ത് ശരത്ത് ഇങ്ങനെ പഠിക്കൽ വന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ദൈവമേ ഇവർ അറിഞ്ഞിട്ടുണ്ടാവോ, വീഡിയോ കണ്ടിട്ടുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് രേവതി പെട്ടെന്ന് നോക്കിയിട്ട് പറയും, ആ ശരത്തെ കയറി വാടാ, നീ എത്ര നേരം വൈകി, എത്ര നേരമായി നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്ന് പറയണം. അപ്പോൾ ശരത്ത് വന്നിട്ട് ഇതാ ചേച്ചി സിം കാർഡ് പറഞ്ഞിട്ട് സിം എടുത്ത് കൊടുക്കണം, സച്ചേട്ടൻ്റെ അതേ നമ്പർ തന്നെയാണ് കേട്ടോ പറയാണ്. ആ ഓക്കേടാ പറഞ്ഞിട്ട് ദേവുവിനോട് പറയും, ദേവു ഈ സിം ഒന്ന് നീ ആ ഫോണിലിട്ടെ, കോൾ വല്ലതും വരുന്നുണ്ടോ നോക്കണേ എന്നൊക്കെ പറയാണ്. അങ്ങനെ ദേവു സച്ചിയുടെ പുതിയ ഫോണിൽ സച്ചിയുടെ പഴയ നമ്പറുള്ള സിം കാർഡ് അതിലേക്ക് ഇടാണ്. അതിലിടണ സമയത്ത് ഇങ്ങനെ ശരത്തിനെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുകയാണ് ലക്ഷ്മി. അപ്പോൾ ദേവു പറയും, അമ്മ വല്ലാണ്ട് പുകഴ്ത്തൊന്നും വേണ്ട, എന്താടി ഞാൻ പുകഴ്ത്തിയാ, നോക്കിക്കോ ഞാൻ ഇനി അവനെ പുകഴ്ത്തു, നീ നോക്കിക്കോ അവൻ്റെ മാർക്ക് വരുന്ന വരവ് കണ്ടോ, അവൻ നല്ല രീതിയിൽ എക്സാം എഴുതിയേക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ ശരത്തിനൊന്നും മിണ്ടാതെ, ശരത്തിൻ്റെ മനസ്സിൽ മുഴുവൻ ടെൻഷനാണ്, ശരത്ത് ഇതിനൊന്നും മിണ്ടാതെ ശരത്ത് റൂമിലേക്ക് പോവാണ്.
അത് കഴിഞ്ഞു അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഓട്ടോറിക്ഷ വന്ന് രേവതിയുടെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഓട്ടോറിക്ഷയിൽ നിന്ന് തീ കത്തണ തീക്കോളം പോലെയാണ് ചന്ദ്രമതി ഇറങ്ങുന്നത്. അപ്പോൾ ശ്രുതി പറയണ്ട, ആൻറ്റി നിൽക്ക്, ഇപ്പം വേണോ, നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് പോരാൻ ചോദിക്കുമ്പോൾ നീ ഒന്നും മിണ്ടാതിരുന്ന ശ്രുതി, എനിക്കിത് ഇപ്പം തന്നെ ചോദിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചന്ദ്രമതി ചാടി തുള്ളി രേവതിയുടെ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ചന്ദ്രമതിനെ കാണുമ്പോൾ രേവതി, അയ്യോ അമ്മയോ, അമ്മ എന്താ ഇപ്പോൾ വന്നേക്കണേ, ദേവു വേഗം നീ അമ്മയ്ക്ക് ചായ എടുക്കുക എന്നൊക്കെ പറയണം. ഞാൻ നിൻ്റെ ചായ കുടിക്കാനും സൽക്കാരം സ്വീകരിക്കാനും വന്നതല്ല രേവതി, എവിടെ നിൻ്റെ അനിയൻ, അവനെ വിളിക്കുകയെന്ന് പറയാണ്. എന്തിനിപ്പോൾ ശരത്തിനെ വിളിക്കണേ, എന്തിനാന്ന് അവനെ വിളിക്കേ, എന്നെ നാണം കെടുത്തിയത് എന്നെ അപമാനിച്ചിട്ട് മതിയായില്ലേ, അവന് ഇത്രയൊക്കെ ചെയ്തിട്ട് മതിയായില്ലേ, ഇവന് നാണവും മാനമുണ്ട്, ഇവന് ഉളുപ്പുള്ളവനാണോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ രേവതി ചോദിക്കും, എന്താ അമ്മ എന്തിനാ വെറുതെ ശരത്തിനെ ഇങ്ങനെ ചീത്ത പറയണം. അപ്പോൾ ലക്ഷ്മിയും പറയും, ചന്ദ്രമതി നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളെ അപമാനിച്ചും ആക്ഷേപിച്ചും പറഞ്ഞു വിടാറുണ്ട്, പക്ഷെ എപ്പോഴും അത് കേൾക്കുമ്പോൾ ഞങ്ങൾ കേട്ടിരിക്കണമെന്നില്ല. നീ എന്താ വിചാരിച്ച, നാണോ മാനം ഇല്ലാത്തോറ്റ, അതിന് എങ്ങനെ കട്ട് മോഷിച്ചും ജീവിച്ചിട്ടുള്ള ചരിത്രമല്ലേ ഉള്ളൂ, നേരാവണ്ണം ജീവിച്ചിട്ടുള്ള ചരിത്രമല്ലല്ലോ. ഞാൻ അന്നേ അദ്ദേഹത്തിനോട് പറഞ്ഞതാ വീട്ടിൽ നിന്ന് ഒരു ആലോചനയും വേണ്ടാന്ന്, പറഞ്ഞത് കേട്ടില്ല, എന്നിട്ട് ഇവിടുന്ന് തന്നെ ഒരു നാശത്തിന് എൻ്റെ വീട്ടിലേക്ക് കെട്ടിയെടുത്തു. എന്നിട്ട് ഇപ്പം എന്തായി, നാണവും ഇല്ല മാനവും ഇല്ലാണ്ടായി, മനുഷ്യന് വിശ്വാസം ഇല്ലാണ്ട് ആയിപ്പോയി. അമ്മേ ഇനി അമ്മ കൂടുതൽ സംസാരിക്കരുത്. ഞാൻ സംസാരിച്ചാൽ നിനക്കെന്താന്ന് ചോദിക്കണ സമയത്ത് ശരത്ത് എന്താ ആൻറ്റി ചോദിക്കണം, എന്താണെന്ന് നിനക്കറിയില്ലേടാ, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നീ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയല്ലേ, നീ നല്ലവനാണോടാ, നിനക്കൊള്ളാമല്ലോ നിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ശരത്തിനെ അടിക്കുകയാണ്. ചന്ദ്രമതി ശരത്തിനെ അടിക്കുമ്പോൾ ആര് തടഞ്ഞിട്ട് ചന്ദ്രമതി നിർത്തുന്നില്ല. അപ്പം ലക്ഷ്മി പറയും, നിർത്ത് ചന്ദ്രേ, ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എന്ത് തോന്നിയാസാവാന്നാണോ നിനക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പോയിട്ട് ചന്ദ്രമതിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയണം, മാറമ്മേ, മതി ശരത്തിനെ പറഞ്ഞത്, ദേ സച്ചേട്ടൻ്റെ അമ്മയായിപ്പോയി, വേറെ ആരെങ്കിലും ഈ സമയത്ത് എന്നുണ്ടെങ്കിൽ നീ എന്ത് ചെടി അടിക്കുക ചോദിക്കുമ്പോൾ പറയും, സച്ചേട്ടൻ്റെ അമ്മയായതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല, ആ സ്ഥാനത്ത് വേറെ വല്ലവരാണെങ്കിൽ ഇപ്പം ഞാൻ ചെവിട്ട് അടിച്ച് പൊട്ടിച്ചേനെന്ന് പറയാണ് രേവതി. അപ്പം ഒരു നിമിഷം ശ്രുതിയും ചന്ദ്രമതി ഷോക്കായി പോവാണ്. അപ്പം ഇവരുടെ ഈ വഴക്ക് മുഴുവൻ കണ്ടിട്ട് വളരെയധികം സന്തോഷിച്ചിട്ടാണ് കേട്ടോ ശ്രുതി നിൽക്കുന്നത്. ശ്രുതിയുടെ മുഖത്തൊരു ഭയങ്കര മന്ദഹാസമാണ്, വിജയിച്ചതിൻ്റെ മന്ദഹാസം. അത് കഴിഞ്ഞ് ശരത്തിനെ തല്ലി തവിട് പൊടിയാക്കണം ചന്ദ്രമതി. അപ്പോൾ ശരത്ത് പറയും, എന്തിനാ ആൻറ്റി എന്നെ ഇങ്ങനെ തലന് നോക്കുമ്പോൾ, പക്ഷെ ശരത്തിന് മനസ്സിലായിട്ടുണ്ട് എന്താ സംഭവം എന്ന്. അപ്പോൾ എന്താണോ കാണണോ നിനക്ക് ചോദിച്ചിട്ട് ചന്ദ്രമതി ശ്രുതി അതങ്ങോട്ട് കാട്ടെ പറയുമ്പോൾ ശ്രുതി ആ വീഡിയോ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി രേവതിക്ക് ആ വീഡിയോ രേവതിയുടെ മുമ്പിൽ എല്ലാവരുടെ മുമ്പിലും പ്ലേ ചെയ്ത് അത് കാണിച്ചു കൊടുക്കണം. അത് കാണുമ്പോൾ ഇവരാകെ ഞെട്ടിത്തരിച്ചു പോവാണ്. ഇവർ എന്താ പറയുക, നല്ല മകനായി, നല്ല സ്വഭാവമുള്ള മകനായിട്ട് വളർത്തി നല്ല കുട്ടിയാണെന്ന് വിചാരിച്ചിട്ടാണ് ശരത്തിൻ്റെ പണ്ടത്തെ സ്വഭാവം, ആ പൈസ മോഷ്ടിച്ച രംഗം കാണുമ്പോൾ അപ്പാടെ തകർന്നു പോവാണ് രേവതിയും കുടുംബവും. അപ്പോൾ ലക്ഷ്മി വന്നിട്ട് ശരത്തിനെ അടിക്കുകയാണ്. എന്നിട്ട് പറയണേ, എന്തിനാടാ നിന്നെ വളർത്തി വലുതാക്കി, നിൻ്റെ സ്വഭാവം നീ നിർത്തിയില്ലടാ, എന്തിനാടാ ഞങ്ങളെങ്ങനെ വിഷമിപ്പിക്കണേ, ഇതിലും ഭേദം ഞങ്ങൾക്ക് വല്ല വിഷം തന്ന് കൊന്നൂടടാ നിനക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് ലക്ഷ്മി ശരത്തിനെ തല്ലാണ്. തല്ലുമ്പോൾ രേവതി വന്ന് തടയാണ്, മതി അമ്മേ നിർത്തുന്ന മട്ട്. പക്ഷെ എല്ലാവരും കരയാണ് കേട്ടോ ഇത് കണ്ടിട്ട്. അപ്പോൾ ചന്ദ്രമതി പറയും, ഇപ്പം മനസ്സിലായില്ലേ മകൻ്റെ സ്വഭാവം, ഇതിന് നിങ്ങളെല്ലാവരും കൂട്ടുകൂടിയേക്കാന്ന് എനിക്കറിയാം, പോയിട്ട് കട്ടെടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടാവും, ഒരുമിച്ചിരുന്ന് തിന്നാലോ നാട്ടുകാരുടെ പൈസ കൊണ്ടുവന്നിട്ട് എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ ചൂളി നിൽക്കുകയാണ് രേവതി ചെന്നിട്ട് ശരത്തിനെ അടിക്കുകയാണ്. ഇതിനാണോടാ നിന്നെ വളർത്തി വലുതാക്കി, ഇതിനാണോടാ കഷ്ടപ്പെട്ട് ഞങ്ങൾ നിനക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ഉണ്ടാക്കി തന്ന്, ഇതിനാണോ ശരത്തെ നിന്നെ ഇത്രയും വലുതാക്കിയത്, ഇതാണോ നീ നല്ല കുട്ടിയായി എന്ന് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ട് രേവതി അവനെ തല്ലുമ്പോൾ ശരത്ത് പൊട്ടിക്കരഞ്ഞ് രേവതിയുടെ കാല് പിടിക്കുകയാണ്. സോറി ചേച്ചി, ക്ഷമിക്ക് ചേച്ചി പറഞ്ഞിട്ട് രേവതിയുടെ കാല് പിടിച്ച് കരയാണ്. രേവതിയുടെ കാല് പിടിച്ച് കരയുമ്പോൾ ചന്ദ്രമതി ഇത് കാണുമ്പോൾ പറയാണ്, മോഷ്ടിച്ചത് എൻ്റെ പൈസ, എന്നിട്ട് നീ എന്തിനാടാ നിൻ്റെ ചേച്ചിയുടെ കാല് പിടിച്ച് കരയാണ്, എൻ്റെ കാലല്ലേ നീ പിടിക്കേണ്ടത്, ഇങ്ങോട്ട് വാ എൻ്റെ കാലെങ്ങാനും പിടിക്കാൻ, നിന്നെ ഞാൻ ചവിട്ടി അരയ്ക്കും ഞാൻ തറയിലിട്ടിട്ടെന്ന് പറയാണ്. അങ്ങനെ ആ ശരത്തിൻ്റെ ആ ഒരു വലിയൊരു മോഷണരംഗം കണ്ടതോടുകൂടി ആകെ തളർന്ന് നിൽക്കുകയാണ് രേവതിയും കുടുംബവും. ചന്ദ്രമതി പറയണതിന് ഒന്നും അവർക്ക് യാതൊരുവിധ മറുപടി ഇല്ലാണ്ടേ. ചന്ദ്രമതി പറയാണ്, അനിയൻ എൻ്റെ പൈസ മോഷ്ടിച്ചു, അത് ചോദിക്കാൻ വന്ന എന്നെ തല്ലാൻ നീ കയ്യൊങ്ങി, മതിയായി എനിക്ക്, രവിയേട്ടൻ കൊണ്ടുവന്നൊരു ബന്ധം, ഞാൻ അന്നേ പറഞ്ഞത് ഇതൊന്നും വേണ്ടെന്ന്, നീ എൻ്റെ മരുമകളാന്ന് പറയാൻ തന്നെ എനിക്ക് തൊലി ഉരിഞ്ഞു പോവാ, എനിക്ക് നാണക്കേടാവുക എന്ന് പറയണം. അപ്പം ദേവും ഇങ്ങനെ ആകെ വിഷമത്തിലാണ് നിൽക്കുന്നത്. ശ്രുതി ഭയങ്കര ക്രൂരമായൊരു മന്ദഹാസത്തോടു കൂടിയാണ് ശ്രുതി നിൽക്കുന്നത്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ അമ്മേ ഞാൻ എന്നൊക്കെ പറയണേ, മിണ്ടരുത് നീ, ഇനി എനിക്ക് ഒരു കാര്യം പറയുള്ളൂ, നീ ചന്ദ്രോദയത്തിലേക്ക് പടി കടന്നു പോരുത്, നീ ചന്ദ്രോദയത്തിലത്തെ എൻ്റെ മരുമകളാന്ന് പറയാൻ തന്നെ എനിക്ക് അറപ്പാവുക, നീ ഇനി എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുത്, ഇവിടെ നിന്നോളണം, ഇതോടുകൂടി എല്ലാ ബന്ധം അവസാനിച്ചു, ഇനി രേവതി എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് നീ ചന്ദ്രോദയത്തിലേക്ക് കയറിപ്പോരുത്, മനസ്സിലായോ എന്ന് ചോദിക്കാണ്. അങ്ങനെ
രേവതിക്കുള്ള വാണിംഗ് കൊടുക്കുകയാണ് ചന്ദ്രമതി. അപ്പോൾ ശ്രുതി ഇച്ഛിച്ച ഒരു കാര്യം നടന്നു ഏകദേശം. അതായത് രേവതിക്ക് ചന്ദ്രോദയത്തിലേക്കുള്ള ആ ഒരു വരാനുള്ള ഒരു അനുവാദം നിഷേധിക്കപ്പെട്ടു. ഇനി രേവതി ചന്ദ്രോദയത്തിലേക്ക് വരുത്തില്ല ചന്ദ്രമതി, അതിനുള്ള ഒരു ഇതാണ് നിഷേധിക്കപ്പെട്ടേക്കണത്. അപ്പോൾ ആ ഒരു ഭയങ്കര വിഷമമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ക്ലൈമാക്സിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എല്ലാവരോടും പറയാം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ ഇട്ടോളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക്